നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്ന വിഷയമാണിത്. ഹരിതകർമ്മ സേനയ്ക്ക് നൽകേണ്ട യൂസർ ഫീസ് സംബന്ധിച്ചാണ് ഇപ്പോൾ വ്യാപകമായ ആശയക്കുഴപ്പവും ചർച്ചകളും നടക്കുന്നത്. എൻ്റെ വീട്ടിൽ ഈ മാസം പ്ലാസ്റ്റിക് മാലിന്യം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഹരിതകർമ്മസേന യൂസർ ഫീസ് ആവശ്യപ്പെടുന്നത്? അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ 50 രൂപയാണ്, അടുത്തുള്ള മുനിസിപ്പാലിറ്റിയിൽ 100 രൂപയാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? യൂസർ ഫീ അടച്ചില്ലെങ്കിൽ നിയമപരമായി എന്ത് സംഭവിക്കും? സ്വത്ത് നികുതിയുമായി ഇതിന് എന്താണ് ബന്ധം? സർക്കാർ സേവനങ്ങൾ തടയുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. സോഷ്യൽ മീഡിയയിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പലവിധ സന്ദേശങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ നിയമം എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്തെല്ലാം അധികാരങ്ങളാണുള്ളത്? സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പൂർണ്ണമായും കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കേരളം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ മാതൃകകളിൽ ഒന്നാണ് പിന്തുടരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്തെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യം വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. റോഡരികിലും തോടുകളിലും പുഴകളിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത വർദ്ധിച്ചിരുന്നു. ഇതിന്റെ ഫലമായി വെള്ളക്കെട്ടുകൾ, രോഗവ്യാപനം, മലിനീകരണം, മണ്ണിന്റെ ഗുണനിലവാരം കുറയൽ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നേരിട്ടു. ഈ സാഹചര്യങ്ങളിലാണ് വീടുകളിൽ നിന്ന് തന്നെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സംവിധാനം ശക്തിപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. അതിനായി കുടുംബശ്രീയുടെ സഹകരണത്തോടെ ഹരിതകർമ്മസേന രൂപീകരിക്കപ്പെട്ടു. ഇന്ന് സംസ്ഥാനത്തെ മിക്ക പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട്. പലരും കരുതുന്നത് സർക്കാർ ജീവനക്കാരാണ് ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്യുന്നതെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഹരിതകർമ്മസേനയിലെ ഭൂരിഭാഗം അംഗങ്ങളും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട വനിതകളാണ്. സ്വന്തം പ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുക എന്നതാണ് അവരുടെ പ്രധാന ഉത്തരവാദിത്തം. അവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പിന്നീട് MCF അഥവാ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ എത്തിക്കുകയും അവിടെ തരംതിരിക്കുകയും റീസൈക്ലിംഗ് യൂണിറ്റുകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വെറും പ്ലാസ്റ്റിക് ശേഖരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. പലരും ചോദിക്കുന്നു, ഞാൻ പ്ലാസ്റ്റിക് കൊടുക്കുന്നില്ല, പിന്നെ എന്തിനു പണം നൽകണം? ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത്. യൂസർ ഫീസ് എന്നത് പ്ലാസ്റ്റിക് വാങ്ങുന്നതിനുള്ള വിലയല്ല, പ്ലാസ്റ്റിക്കിന് തൂക്കം കണക്കാക്കി നൽകുന്ന പണവുമല്ല. ഇതൊരു സേവന ഫീസാണ്. അഥവാ നിങ്ങളുടെ പ്രദേശത്ത് മാലിന്യ ശേഖരണം സംവിധാനം പ്രവർത്തിക്കുന്നതിനുള്ള ചെലവിലേക്ക് ഓരോ കുടുംബവും നൽകുന്ന സംഭാവനയാണ് യൂസർ ഫീസ്. വീട്ടിൽ എല്ലാ മാസവും പ്ലാസ്റ്റിക് ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ 2 മാസം ഇല്ലാതായിരിക്കാം. എന്നാൽ അതുകൊണ്ട് സേവനം നിർത്തുന്നില്ല. ഹരിതകർമ്മസേന അംഗങ്ങൾ ഓരോ മാസവും നിങ്ങളുടെ വാർഡിലെത്തുന്നു. വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു, ശേഖരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു, മാലിന്യങ്ങൾ തരംതിരിക്കുന്നു, റീസൈക്ലിംഗ് കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നു. ഇതെല്ലാം നടക്കുന്നതിന് സാമ്പത്തിക ചിലവുണ്ട്. ആ ചിലവിന്റെ ഭാഗമായാണ് യൂസർ ഫീസ് ഈടാക്കുന്നത്. അതുപോലെ തന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ എന്താണ് ശേഖരിക്കുന്നത് എന്ന്. ഇവിടെയും വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാത്രമല്ല ശേഖരിക്കുന്നത്. അവർ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ, മരുന്ന് സ്ട്രിപ്പുകൾ, ഈ മാലിന്യങ്ങൾ, പഴയ മൊബൈൽ ഫോണുകൾ, ചാർജറുകൾ, വയറുകൾ, ഗ്ലാസ് കുപ്പികൾ, അലുമിനിയം വസ്തുക്കൾ, ലോഹ അവശിഷ്ടങ്ങൾ, തുണിത്തരങ്ങൾ, പഴയ ബാഗുകൾ, മറ്റ് റീസൈക്കിൾ ചെയ്യാവുന്ന അജൈവ വസ്തുക്കൾ. അതുകൊണ്ട് ഓരോ മാസത്തിൽ പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും മറ്റേതെങ്കിലും അജൈവ മാലിന്യങ്ങൾ ഉണ്ടാകാം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ഞാനൊരു മാസം വീട്ടിലില്ലായിരുന്നു, അപ്പോഴും ഫീസ് നൽകണോ എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യൂസർ ഫീസ് വ്യക്തിഗത പ്ലാസ്റ്റിക് അളവിന്റെ അടിസ്ഥാനത്തിലല്ല എന്നതാണ്. മാലിന്യ ശേഖരണ സേവനം
ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്നതിനാണ് ഫീസ്. അതുകൊണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളും മാസാടിസ്ഥാനത്തിലാണ് യൂസർ ഫീസ് ഈടാക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഞാൻ പ്ലാസ്റ്റിക് കത്തിച്ചാൽ മതിയല്ലേ? ഇങ്ങനെ ചോദിക്കുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും വളരെ അപകടകരമാണ്. ഡയോക്സിൻ ഉൾപ്പെടെയുള്ള വിഷവാതകങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇത് ശ്വാസകോശ രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ടാണ് സർക്കാർ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെതിരെ ശക്തമായി നടപടിയെടുക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ യൂസർ ഫീസ് അല്ല എന്നുള്ളതാണ്. ഒരു പഞ്ചായത്തിൽ 50 രൂപ, മറ്റൊന്നിൽ 70 രൂപ, മറ്റൊരു മുനിസിപ്പാലിറ്റിയിൽ 100 രൂപ, ചില കോർപ്പറേഷനുകളിൽ 150 രൂപ. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്ന് നോക്കാം. അതിനുള്ള കാരണം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും പ്രവർത്തന ചിലവാണ്. വാഹനങ്ങളുടെ എണ്ണം, ജനസംഖ്യ, വാർഡുകളുടെ എണ്ണം, ശേഖരിക്കേണ്ട മാലിന്യത്തിന്റെ അളവ്, തൊഴിലാളികളുടെ എണ്ണം, ഇവയെല്ലാം പരിഗണിച്ചാണ് പ്രാദേശിക ഭരണ സമിതികൾ ഫീസ് നിശ്ചയിക്കുന്നത്. സാധാരണയായി ഗ്രാമപഞ്ചായത്തുകളിൽ വീടുകൾ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും, ജനസാന്ദ്രത കുറവായിരിക്കും. മാലിന്യത്തിന്റെ അളവും നഗരങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതുകൊണ്ട് പല പഞ്ചായത്തുകളിലും ഏകദേശം 50 രൂപയാണ് അടിസ്ഥാന യൂസർ ഫീസ്. എന്നാൽ എല്ലാ പഞ്ചായത്തിലും ഇത് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇനി മുനിസിപ്പാലിറ്റികളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ജനസാന്ദ്രത കൂടുതലാണ്, വീടുകൾ കൂടുതലാണ്, വ്യാപാര സ്ഥാപനങ്ങൾ കൂടുതലാണ്, വാഹന സർവീസുകൾ, അതുപോലെ ശേഖരണ കേന്ദ്രങ്ങൾ എല്ലാം കൂടുതലാണ്. അതുകൊണ്ട് പ്രവർത്തന ചിലവും കൂടുതലായിരിക്കും. ഈ സാഹചര്യത്തിലാണ് ചില മുനിസിപ്പാലിറ്റികൾ ഉയർന്ന യൂസർ ഫീസ് നിശ്ചയിക്കുന്നത്. ഇനി കോർപ്പറേഷനുകളുടെ കാര്യം നോക്കാം. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള വലിയ നഗരങ്ങളിൽ മാലിന്യ സംസ്കരണം വലിയ വെല്ലുവിളിയാണ്. ദിവസേന 100 കണക്കിന് ടൺ അജൈവ മാലിന്യങ്ങളാണ് ശേഖരിക്കുന്നത്. ഇതിന് കൂടുതൽ ജീവനക്കാരും കൂടുതൽ വാഹനങ്ങളും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണ്. അതുകൊണ്ടാണ് കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ ഫീസ് ഉയരുന്നത്. ഇനി വേറൊരു ചോദ്യം, വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒരേ ഫീസാണോ എന്നുള്ളതാണ്. അതിനർത്ഥം ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സാധാരണ വീട് നൽകുന്ന മാലിന്യത്തിന്റെ അളവും ഒരു ഹോട്ടൽ, അതുപോലെ ബേക്കറി, മെഡിക്കൽ ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ റെസ്റ്റോറന്റ് നൽകുന്ന മാലിന്യത്തിന്റെ അളവും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്ത യൂസർ ഫീസ് ഈടാക്കുന്നത്. ചിലർ പരാതി പറയുന്നുണ്ട്, ഞങ്ങളുടെ പഞ്ചായത്തിൽ 100 രൂപ വാങ്ങുന്നു, എന്നാൽ പിന്നീട് പരിശോധിക്കുമ്പോൾ ആ കെട്ടിടം വ്യാപാര ആവശ്യത്തിനായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടെത്താറുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ കെട്ടിടത്തിന്റെ വിഭാഗം എന്താണെന്ന് ഉറപ്പാക്കണം. അതുപോലെ തന്നെ യൂസർ ഫീസ് എവിടേക്കാണ് പോകുന്നതെന്നുള്ള ചോദ്യമുണ്ട്. ഞങ്ങൾ നൽകുന്ന പണം ആരാണ് ഉപയോഗിക്കുന്നുള്ള ചോദ്യമുണ്ട്. ഈ തുക പ്രധാനമായും മാലിന്യ ശേഖരണ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിന് വിനിയോഗിക്കുന്ന ഒരു തുകയാണ്. ഹരിതകർമ്മസേന അംഗങ്ങളുടെ വരുമാനം, ശേഖരണ പ്രവർത്തനങ്ങൾ, ഗതാഗത ചെലവ്, മാലിന്യ തരംതിരിക്കൽ, പ്രവർത്തന സൗകര്യങ്ങൾ, റീസൈക്ലിംഗ് ശൃംഖല, ഇവയ്ക്കെല്ലാം ഈ വരുമാനം സഹായമാകുന്നുണ്ട്. അതുകൊണ്ട് യൂസർ ഫീസ് വെറും പിരിവ് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ പ്രധാന സാമ്പത്തിക അടിത്തറയാണ്. മറ്റൊരു പ്രധാന കാര്യം, അതേസമയം ഓരോ പൗരനും അറിയേണ്ട ഒരു അവകാശമുണ്ട്. നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന യൂസർ ഫീസ് ഏത് പ്രാദേശിക തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുന്ന അവകാശം നിങ്ങൾക്കുണ്ട്. ഫീസ് വാങ്ങുമ്പോൾ രസീത് ആവശ്യപ്പെടാം. നിങ്ങളുടെ വാർഡിൽ നിലവിലുള്ള ഔദ്യോഗിക നിരക്ക് എത്രയാണെന്ന് പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റി ഓഫീസിലോ കോർപ്പറേഷൻ ഓഫീസിലോ അന്വേഷിക്കാം. ഇനി മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. ചിലർ പറയുന്നത് കേൾക്കാം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഹരിതകർമ്മസേന വരാറ് പോലുമില്ല, പക്ഷേ ഫീസ് ആവശ്യപ്പെടുന്നു എന്നുള്ളത് കാര്യം. ഇത്തരം സാഹചര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വാർഡ് അംഗത്തെയോ ബന്ധപ്പെട്ട ഹരിതകർമ്മസേന അംഗത്തെയോ സമീപിക്കുകയാണ്. സേവനം ലഭിക്കുന്നില്ലെങ്കിൽ അതും രേഖാമൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അറിയിക്കാം. സേവനത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി നൽകാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, യൂസർ ഫീസ് അടച്ചില്ലെങ്കിൽ ഉടൻ സ്വത്ത് നികുതിയിൽ ചേർക്കാമോ എന്നുള്ള കാര്യം. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. സ്വത്ത് നികുതി സംബന്ധിച്ച നിയമങ്ങളും യൂസർ ഫീസ് സംബന്ധിച്ചുള്ള നടപടികളും വ്യത്യസ്ത വിഷയങ്ങളാണ്. സ്വത്ത് നികുതിക്ക് സ്വന്തം നിയമങ്ങളും പിരിവ് നടപടികളും ഉണ്ട്.
എന്നാൽ യൂസർ ഫീസ്, യൂസർ ഫീ കാർഡ് എന്നിവ മറ്റ് ചില സേവനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളായി പരിഗണിക്കാമെന്ന കാര്യത്തിൽ 2023 തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ പ്രദേശത്ത് നിലവിലുള്ള ചട്ടങ്ങൾ എന്താണെന്ന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പരിശോധിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ശുചിത്വ കേരളം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. അതേസമയം പൗരന്മാർക്കും വ്യക്തതയുള്ള സേവനവും സുതാര്യമായ ഫീസ് സംവിധാനവും ലഭിക്കേണ്ടത് അത്ര തന്നെ പ്രധാനമാണ്. ഫീസ് നൽകുമ്പോൾ രസീത് വാങ്ങുക, സംശയങ്ങളുണ്ടെങ്കിൽ ഔദ്യോഗികമായി ചോദിക്കുക, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക, ശരിയായ മാലിന്യ സംസ്കരണ രീതികൾ പിന്തുടരുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവർ ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.